Good morning, dear students. As we were discussing with Trimarmiya Chikitsa Adhyaya of Charaka Samhita, today also we are continuing with the same chapter, and by this class we are going to wind up this chapter. So as I told you before that this is it's a vague chapter, and Charaka has explained briefly in the all the aspect, like other than the Charaka's perspectives, like Shalakitantra, Shalyatantra, he has mentioned over here, and that means he knows everything, but his point of view or his aim is something different from other people, or he is much more he has given much more concentration over kaya chikitsa aspect, though also he has mentioned all the other diseases. So we can go for further. So first one is pradishya chikitsa. So ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രതിഷ്ഠ പഠിച്ചു. പ്രതിഷ്ഠ ഈസ് നത്തിങ് ബട്ട് റണ്ണിങ് നോസ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പറയുന്ന എല്ലാ ശ്ലോകങ്ങളും ഒരു ശ്ലോകം മാത്രം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, ഉദാവർത്തം മാത്രം, ബാക്കിയുള്ളതൊക്കെ ഔട്ട്ലൈനാണ്. സോ പ്രതിഷ്ഠായം എന്ന് പറഞ്ഞ അസുഖം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഇയറിൽ ശാലക്കിരന്തത്ത് പഠിക്കും. സോ ഇവിടെ പ്രതിഷ്ഠായം നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് റണ്ണിങ് നോസ്. എങ്ങനെയാണ് റണ്ണിങ് നോസ് ഉണ്ടാകുന്നത്? വാതവും പിത്തവും കഫവും ചേർന്നിട്ട് അല്ലെങ്കിൽ സന്നിപാതമായിട്ടുള്ള ഒരസുഖമാണ് പ്രതിഷ്യം. ദുഷ്ടപ്രതിഷ്ഠായം എന്ന് പറഞ്ഞാൽ വേറൊരു പ്രതിഷ്ഠായമുണ്ട്. സോ അതിന് കൊടുക്കാൻ പറ്റുന്ന ജനറൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത്. സോ വാതജ പ്രതിഷ്ഠത്തിൽ ഗീ പ്ലസ് ക്ഷാര മാംസരസ അണുതൈല നസ്യ, ഒരു വാതജമായിട്ടുള്ള ഒരു പ്രതിഷ്ഠായം റണ്ണിങ് നോസ്. വാതജമായിട്ട് റണ്ണിങ് നോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫ്യൂസായിട്ടൊരു എന്താ പറയുക റണ്ണിങ് നോസ് കാണില്ല. പ്രൊഫ്യൂസായിട്ടൊരു ഒരു സ്ഫുടമോ ഒന്നും വരത്തില്ല. നമുക്ക് നോസിൽ ഒരു എന്താ പറയുക ക്യാൻഡി ആയിട്ടുള്ള ഒരു നമുക്ക് സ്ഫുടമോ അല്ല ക്യാൻഡി ആയിട്ടുള്ള റണ്ണിങ് നോസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സോ വി വിൽ ഫീൽ സം ഡ്രൈനസ് ഓവർ ദി നോസ്. അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് അണുതൈലം നസ്യം ചെയ്യാം. മാംസരസം പേഷ്യൻറ്റിന് കൊടുക്കാം. മാംസരസം മീൻസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് എലിവേറ്റ് വാത. സോ ദെൻ ഗീ പ്ലസ് ക്ഷാര, ഗീയും ക്ഷാരവും ചേർത്തിട്ട് കൊടുക്കാം നമുക്ക്. അവിടെ ഏതെങ്കിലും ക്ഷാരം നമുക്ക് യൂസ് ചെയ്യാം, കല്യാൺ ക്ഷാരം അതുപോലെ ഏതെങ്കിലും ക്ഷാരങ്ങൾ ഗീയോ ചേർത്തിട്ട് ഒരു പിഞ്ച് ചേർത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കാം. ദെൻ പിത്തജ പ്രതിഷ്ഠത്തിൽ ഗീ മിക്സ്ഡ് വിത്ത് ശൃംഗവേര, എവിടെയും ഗീ തന്നെയാണ്, സ്നേഹം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്നേഹ ഈസ് അലിവേറ്റിംഗ് പിത്ത. അതിന് ശൃംഗവേര എന്ന് പറഞ്ഞ ഒരു മെഡിസിൻ ചേർത്തിട്ട് ശൃംഗവേരം ചേർത്തിട്ടാണ് നമ്മൾ ഗീ കൊടുക്കേണ്ടത്. കവച പ്രതിഷ്ഠത്തിൽ ലംഘനം. ദെൻ ലംഘനമാണ് കവചത്തിൽ ആദ്യം ചെയ്യുന്ന ലംഘനമാണ്. ബിക്കോസ് കവ ഈസ് നത്തിങ് ബട്ട് ഗുരുവാണ്, ആമമാണ്. അതിനെ അവിടെ ട്രീറ്റ് ചെയ്യേണ്ടത് ലംഘനമാണ്. ലംഘനമാതോ ലംഘനമായിട്ടുള്ള ചികിത്സയാണ് ചെയ്യേണ്ടത്. ദെൻ സ്പീഡ് വിത്ത് ഗീ ഫോളോഡ് ബൈ സ്വേദന. ഹെഡ് ഷുഡ് ബി സ്പീഡ് വിത്ത് ഗീ ഫോളോഡ് ബൈ സ്വേദന. തല അല്ലെങ്കിൽ ഹെഡ് ആ ഒരു ഊർജ്ജചത്രുവായിട്ടുള്ള ഏരിയ നമ്മൾ ഗീ കൊണ്ട് സ്മിയർ ചെയ്തതിനു ശേഷം സ്വേദനം ചെയ്യണം. ബിക്കോസ് ഇറ്റ്സ് ഷുഡ് നത്തിങ് ബട്ട് ഫോർ മെൽറ്റിംഗ് ദി കഫത്തിൻ്റെ കഫത്തിൻ്റെ വിലയനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സോ ദുഷ്ടപ്രതിഷേധത്തിൽ ഓൾ ദ എബോവ് ട്രീറ്റ്മെൻറ്റ് വി ക്യാൻ ഗോ ഫോർ ലൈക്ക് വാതജ പിത്തജ കവച ട്രീറ്റ്മെൻറ്റ് ഫോർ ദുഷ്ടപ്രതിഷേധ. സോ നേത്രരോഗ, നമുക്ക് നേത്രരോഗം എന്ന് പറഞ്ഞിട്ട് ശാലക്കിതന്ത്രത്തിൽ നിങ്ങൾക്ക് ഒരു പേപ്പർ തന്നെ നേത്രരോഗമാണ്. ദാറ്റ് ഇസ് ഹൈലി ഇമ്പോർട്ടൻറ്റ് വൈൽ യു ആർ കൺസിഡറിങ് ഇൻ ദി ഫൈനൽ ഇയർ. സോ ഇവിടെ നിങ്ങൾക്കൊരു ബേസിക്കായിട്ടൊരു ഔട്ട്ലൈൻ മാത്രമേ ആവശ്യമുള്ളൂ. അല്പസ്തു രോഗോ അനുപദേഹാംശ സതോതഭേദ അനിലജ അക്ഷിരോഗേ പിത്ത സദാഹോ അതിരുച സരാഗ പീത ഉപദേഹ സ വൃഷോഷ്ണവാഹി ശുക്ല ഉപദേഹം ബഹുപിച്ചിലാശ്രു നേത്രം കപാത് സ്യാത് ഗുരുത സകണ്ടു സർവാണി രൂപാണി തു സന്നിപാത നേത്രാമയ ഷണ്ണാവതിസ്തു ഭേദാത് തേഷാം അഭിവ്യക്തിർ പ്രതിഷ്ഠ ശാലക്യതന്ത്രേഷു ചികിത്സിതം ച പരാധികാരേ തൂന വിസ്തര ഉക്തി ശസ്തേതി തേന അത്ര ന പ്രയാസഃ. സോ ഇവിടെയാണ് ആചാര്യൻ നേത്രരോഗങ്ങൾ പറയുന്നത്. നേത്രരോഗങ്ങൾ വാദം പിത്തം കഫം സന്നിപാതമായിട്ടുള്ള ടൈപ്പുകൾ പറയുന്നുണ്ട്. അവിടെ വാതജമായിട്ടുള്ള നേത്രരോഗം എങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന വെച്ച് കഴിഞ്ഞാൽ തോതഭേദ, നമുക്ക് വാദമുണ്ട് ഉറപ്പാണ്, നമുക്ക് അവിടെ പെയിൻ ഉണ്ടാവും, തോതഭേദങ്ങൾ ഉണ്ടാവും, ആബ്സെൻസ് ഓഫ് ലാക്രിമേഷൻ ഉണ്ടാവും, സ്റ്റിക്കി ഡിസ്ചാർജ് ഉണ്ടാവും. ദെൻ പിത്ത സദാഹോ അതിരുചഹ, പിത്തത്തിൽ എക്സസീവ് പെയിൻ ആയിരിക്കും. പിന്നെ സദാഹോ മീൻസ് നമുക്ക് ബേണിംഗ് സെൻസേഷൻ, കണ്ണിലൊരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും. സരാഗ പീത ഉപദേഹ, സരാഗ മീൻസ് റെഡിഷ് കളർ ഉണ്ടാവും. പീതോപദേഹ മീൻസ് യെല്ലോയിഷ് കളർ ഉണ്ടാവും. ഉപദേഹം ഭയങ്കര ഒരു എന്താ പറയുക ഒരു ബേണിംഗ് സെൻസേഷനിൽ ചുട്ടുപൊള്ളുന്നൊരു അവസ്ഥ ഉണ്ടാവും. ഉഷ്ണവാഹി ഹോട്ട് ലാക്രിമേഷനാണ് ഉണ്ടാവുക. സോ ഇവിടെ നമുക്ക് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖമൊക്കെ നമുക്ക് ഈ പൈത്തികമായിട്ടുള്ള വികാരങ്ങളിലേ എടുക്കാം. ശുക്ലോപദേഹം ബഹുപിച്ചിലാശ്രു നേത്രം കഫസ ഗുരുത സകണ്ടു, ഇച്ചിങ് ഉണ്ടാവും, ഹെവിനെസ് ഉണ്ടാവും, വൈറ്റിഷ് ഡിസ്ചാർജസ് ആയിരിക്കും, എക്സസീവ് സ്ലൈമി ലാക്രേഷൻ, അങ്ങനെയാണ് കഫമായിരിക്കും. സർവാണി രൂപാണി തു സന്നിപാത നേത്രാമയ, ഇതിലെല്ലാം കാണും, എല്ലാ സിംറ്റംസും കാണുന്നതാണ് സന്നിപാതമായിട്ടുള്ള
കർണരോഗം. ടോട്ടലി 96 കർണരോഗാസ് ആർ എക്സ്പ്ലെയിൻഡ് ഓവർ ഹിയർ. അത് നമുക്ക് ശലക്കുന്നതിലൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അക്കോർഡിംഗ് ടു സുശ്രുത ഹൗ മെനി, അക്കോർഡിംഗ് ടു വാഗ്ബഡ, അക്കോർഡിംഗ് ടു ചരക എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. പക്ഷേ ഹി ഹാസ് നോട്ട് എക്സ്പ്ലെയിൻഡ് ഓൾ ദി തിങ്സ് ഓവർ ഹിയർ. ചരക ഈസ് ടെല്ലിംഗ് ദാറ്റ് ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് ഓൾ ദീസ് തിങ്സ് ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ഇൻ ശാലക്യതന്ത്ര. അപ്പോൾ ചരകൻ പറയാണ് ഇത് ഓൾറെഡി, അത് ചരക സംഹിതയാണ്, ചക്രവാണി അല്ല പറയുന്നത്, ചരക സംഹിതയാണ് പറയുന്നത്. ഇറ്റ് ഹാസ് ആൻ ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ബൈ ശാലക്യതന്ത്ര. അപ്പോൾ ശാലക്യതന്ത്രം എന്ന് വെച്ചാൽ സുശ്രുതൻ ശരകനാക്കട്ട് മുമ്പിട്ട് ഉണ്ടായതാണെന്നുള്ള നമുക്ക് റെഫറൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടാൻ പറ്റും. സുശ്രുത സംഹിതയാണ് ചരക സംഹിതയെക്കാട്ടും. ഇന്ന് നമുക്ക് കിട്ടുന്ന സുശ്രുത സംഹിത ചരകത്തിന് ശേഷം ഉണ്ടായാണ്. പക്ഷേ ആക്ച്വലി സുശ്രുത സംഹിത ഉണ്ടായത് നാഗാർജുനൻ്റെ കാലത്ത് ഉണ്ടായത്, ചരക സംഹിതയ്ക്ക് മുമ്പുണ്ടായത് നമുക്ക് ഈ ഒരു റെഫറൻസും നമുക്ക് അറിയാൻ പറ്റും. ന പ്രയാസഹ. സോ ഇഫ് ഇറ്റ് ഇസ്, നമ്മളെന്താ പറയുക, ഞാൻ എൻ്റെ കാര്യം മാത്രം ചെയ്താൽ മതി, ഞാൻ മറ്റവൻ്റെ കാര്യം ഞാൻ ചെയ്യേണ്ട, അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് ചരകനെതിരെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. സോ നേത്രരോഗ ചികിത്സ ഉത്പന്നമാത്രേ തരുണേ നേത്രരോഗേ ബിഡാലകാः കാര്യം ദാഹോപദേഹ അശ്രുശോഫ രാഗ നിവാരണ. ഈ ഇവിടെ ഒരു ബേസിക്കായിട്ട് ഔട്ട്ലൈനെ നിങ്ങൾക്ക് വേണ്ടുള്ളൂ. ബിഡാലക എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുക. ബിഡാലക ഈസ് നത്തിങ് ബട്ട് പേസ്റ്റ് ആപ്ലിക്കേഷൻ ഓവർ ദി ഐലിഡ്. ഐലാഷസിനെ കവർ ചെയ്യാതെ ഐലിഡിൻ്റെ മേലെ മാത്രം നമ്മൾ ക്ലോസ് ചെയ്ത് അതിൻ്റെ മേലെ പേസ്റ്റ് ആപ്ലിക്കേഷൻ ചെയ്താണ് ബിഡാലക എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ആണ്. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഇതിൻ്റെ അടിയിൽ തന്നെ ചരകൻ പറയുന്നുണ്ട്. നമുക്ക് അഞ്ജനം കേട്ടിട്ടുണ്ട്, നിങ്ങൾ ആശ്വാദനം കേട്ട് കാണും, പുടഭാഗം നിങ്ങൾ കേട്ട് കാണും, തർപ്പണം നിങ്ങൾ പഠിച്ചു കാണും. ഫസ്റ്റ് ഇയറിൽ അഷ്ടാംഗത്തിൽ തർപ്പണ, പുടഭാഗം, അഞ്ജന, ആശ്വാദന, നസ്യം ഇതൊക്കെ ചെയ്യുന്നതാണ്. ഒരു ഊർജ്ജചിത്ര വികാരം, അത് കർണരോഗമായിട്ട്, ശിരോരോഗമായിക്കോട്ടെ, അല്ലെങ്കിൽ അക്ഷിരോഗമായിക്കോട്ടെ, എന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പൂർവ്വകർമ്മങ്ങൾ ചെയ്യണം. ഏത് ട്രീറ്റ്മെൻറ്റ് നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പൂർവ്വകർമ്മങ്ങൾ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ശോധനം ചെയ്യണം. മീൻസ് അത് കണ്ടീഷൻ അവസ്ഥ അനുസരിച്ചിട്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ എല്ലാ പേഷ്യൻസിനും നമ്മൾ പൂർവ്വകർമ്മങ്ങളും ശോധനങ്ങളും ചെയ്യണം എന്നില്ല. പക്ഷേ നമ്മളൊരു നേത്രരോഗം വരുമ്പം അതിനെ നമ്മൾ ശമനമായിട്ടുള്ള മെഡിസിൻസ് കൊടുക്കും. എന്നിട്ട് മാറുന്നില്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ അഞ്ജന, ആശ്വാദന, പുടഭാഗം ഒന്നും ചെയ്യാൻ പാടില്ല. ഈ ബിഡാലകം ഒന്നും ചെയ്യരുത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പൂർവ്വകർമ്മങ്ങൾ, സ്നേഹന സ്വേദനങ്ങൾ ചെയ്ത് അതിനുശേഷം പഞ്ചകർമ്മങ്ങൾ ചെയ്ത് ആ കണ്ടീഷൻ അവസ്ഥ നോക്കി വമനോ വിരേചനോ അല്ലെങ്കിൽ നസ്യമോ വസ്തിയോ ചെയ്ത് അതിനുശേഷം മാത്രമാണ് അടുത്ത പശ്ചാത് കർമ്മം പോലെ അടുത്തതാണ് ഉത്തര, അല്ലെങ്കിൽ അതിനാണ് ക്രിയാകാലങ്ങൾ. അതിന് ശേഷമാണ് ക്രിയാകാലങ്ങൾ ചെയ്യേണ്ടത്. ഈ ബിഡാലകവും അഞ്ജനവും നസ്യവും പുടഭാഗം തർപ്പണമൊക്കെ ക്രിയാകാലം എന്നാണ് അതിന് പറയുക. അതിൽ നമ്മൾ ചെയ്യേണ്ട അങ്ങനെയാണ്. സോ ഏതൊരു അസുഖത്തിനും നമ്മൾ അങ്ങനെയാണ്. തലയായി അല്ലെങ്കിൽ കണ്ണായി, അത് ഇറ്റ്സ് നത്തിങ് ബട്ട് ഇറ്റ്സ് ഇൻക്ലൂഡ് ഇൻ ഹ്യൂമൻ ബോഡി ഓൺലി. സോ വാട്ട് എവർ ദ ഡിസീസസ് ഹാപ്പൻഡ് ഇൻ ബോഡി ഡ്യൂ ടു ദോഷ രോഗ സർവേ അഭിജായന്റെ വേഗ ഉദീർണധാരണേഹി രോഗ സർവേ അഭിജായന്റെ മന്ദോ അൻലേഹി രോഗ ദെൻ ഓൾ ദ രോഗാസ് ആർ കോസ്ഡ് ബൈ ദോഷാസ് ആർ. അങ്ങനെ എല്ലാം രോഗസ്തു ദോഷവൈഷമ്യം ദോഷസാമ്യം അരോഗത, ഇങ്ങനെ കൂടി എല്ലാത്തിനും കാരണം ദോഷമാണ് എന്നുള്ള റെഫറൻസ് നമുക്കറിയാം. സോ നമ്മൾ ദോഷത്തിനെ അതിൻ്റെ ബോഡിയിലുള്ള അവസ്ഥ വെച്ചിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ. സോ കാലിത്യ നമുക്കറിയാം. ദ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ലൈക്ക് ബോയ്സ് ആൻഡ് ഗേൾസ് ആർ നൗ ഫേസ്ഡ് ഓഫ് കാലിത്യ. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദി അലോപേഷ്യ ഓർ നോട്ട് അലോപേഷ്യ. വി കനോട്ട് ടെൽ എക്സാക്ട്ലി അലോപേഷ്യ. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദി ഫോളിംഗ് ഓഫ് ദി ഹെയർ ഓർ ഹെയർ ഡിസീസസ് എന്ന് നമുക്ക് പറയാം. കാലിത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോളിംഗ് ഓഫ് ഏർലി മെച്യൂറിങ് അല്ലെ ഏർലി ഫോളിംഗ് ഓഫ് ദി നമുക്ക് ഹെയർസ് എന്ന് പറയാം കാലിത്യം. സോ തേജോ അനിലാദേഹി സഹ കേശഭൂമിൻ ദഗ്ധ്വ ആശു കുര്യത് കലതിം നരസ്യ കിഞ്ചിത് തത്തു ദഗ്ധ്വ ഫലിതാനി കുര്യാത് ഹരിപ്രഭത്വം ച ശിരോരുഹാണാം. സോ ഇവിടെ കാലിത്യം എന്ന് വെച്ച് നമുക്ക് തേജോ അനിലാദേഹി. സോ നമുക്ക് എപ്പോഴും ഒരു ഐഡിയ വേണം. നമുക്ക് ഏറ്റവും മോസ്റ്റ് കോമൺലി നമ്മൾ സഫർ ചെയ്യുന്നതും നമുക്ക് കിട്ടുന്നതും, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ നിങ്ങൾ ഫസ്റ്റ് ഇയർ ആയിരിക്കുമ്പോൾ തന്നെ യു വിൽ ഗെറ്റ് സം മെസ്സേജസ് ഓർ കോൾ ഫ്രം യുവർ റിലേറ്റീവ്സ് ഓർ സം ഫ്രണ്ട്സ് ദാറ്റ് ഐ ഹാവ് സം സോർട്ട് ഓഫ് കംപ്ലയിൻറ്റ്സ് റിഗാർഡിംഗ് ദി ഹെയർസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജസും കിട്ടാറുണ്ട്. വാട്ട് വി ക്യാൻ ഡു, വാട്ട് ആയുർവേദ ഇസ് ടെല്ലിംഗ്. എവറിബഡി നോസ് ദാറ്റ് ആയുർവേദ ഹാവിംഗ് ഗുഡ് മീൻസ് വാട്ട് സേ ഗുഡ് എഫക്റ്റ് ഓൺ ദിസ് സോർട്ട് ഓഫ് ഡിസീസസ്. സോ എല്ലാവരും ചോദിക്കുന്നതാണ് ഇത്. അപ്പം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക എന്താണ് തേജോ അനില. തേജ മീൻസ് പിത്ത ആൻഡ് അനില. സോ അനില മീൻസ് വാദങ്ങളും പിത്തവുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ഒരു കാര്യം നമ്മൾ ഹെയർ വയറിൽ ഒരു അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കത് പിത്തവും വാദവും ആണ് അവിടെ പ്രൊഡോമിനൻ്റ് ആയിരിക്കുന്നതെന്ന്. സോ അപ്പം നമുക്കത് കഫത്തിന് എന്തായിരിക്കും, കഫം മിക്കവാറും നമുക്ക് ജനറേഷനാണ് കൊടുക്കുക. കഫം അവിടെ ജനറേഷൻ കൊടുക്കുന്ന ഒരു സാധനമായിരിക്കും. എന്നിട്ട് കഫ വൃത്തിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ അവിടെ ചെയ്യാൻ പറ്റുക. പിത്ത വാദഹരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കഫത്തിനെ നറിഷ് ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ആയിരിക്കും നമ്മൾ തലയിൽ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോൾ ഹെയറിന് വന്നു കഴിഞ്ഞാൽ ശീതവീര്യമായിട്ടുള്ള ഡ്രഗുകൾ കൊടുക്കുക, ഭയങ്കര നറിഷിങ് ബ്രഹ്മണമായിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുക. സോ ഇവിടെ തേജസ്സും അനിലത്തിനും, അതായത്
പിത്തവും വാദവും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിദാന പരിവർത്തനം ഏവം ചികിത്സ എന്നുവെച്ചാൽ അതായത് പിത്തവും വാദവുമായിട്ടുള്ള ഇങ്ങനെ ഒരു പേഷ്യൻറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നെങ്കിൽ നമ്മൾ പിത്തമായിട്ടുള്ള വാദവുമായിട്ടുള്ള നിദാനങ്ങൾ സേവിക്കുന്നുണ്ടെങ്കിൽ അത് കുറക്കാൻ പറയണം. അങ്ങനെയാണ് നമ്മളിതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. സോ പലതും ഏർലി ഗ്രേയിങ് ഓഫ് എയർ, നമ്മൾ പെട്ടെന്ന് നരച്ചു പോകുക പറയുന്നില്ല, അതും ഇതന്നെ പിത്തവും വാദവും ചേർന്നിട്ടാണ്. വാദമാണ് ഏർലി ഗ്രേയിങ്ങിന് കാരണമാവുക, പിത്തമാണ് പൊട്ടിപ്പോകാൻ കാരണമാവുക, ബ്രേക്കിങ്ങിന് കാരണമാവുക. സോ ദെൻ നെക്സ്റ്റ് വൺ ഈസ് മുഖരോഗങ്ങൾ തന്നെ നമ്മൾ മൗത്തിലുണ്ട്. ഏകദേശം 72ഓളം അസുഖങ്ങൾ മുഖരോഗം പറയുന്നുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഫൈനൽ ഇയറിൽ. സോ വാദജം, പിത്തജം, കഫജം, സന്നിപാതം പറയുന്നുണ്ട്. സോ അത് വാദത്തിന് ഇതുപോലെ പ്രിക്കിംഗ് പെയിൻ ഉണ്ടാവും, പിത്തത്തിന് ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും, കഫത്തിന് കുറച്ചും കൂടി എന്താ വെച്ചാൽ പസ് പോലത്തെ ഒരു ഫോർമേഷനും സന്നിപാതത്തിൽ എല്ലാം ഉണ്ടാവും. ദെൻ മുഖരോഗ ചികിത്സ ശുക്ത തിക്ത കടു ക്ഷൗദ്ര കഷായ കവളഗ്രഹ ധൂമപ്രധാനം ശുദ്ധി അധ ശർദന ലംഘനം ഭോജ്യശ്ച മുഖരോഗേഷു യഥാസും ദോഷ അനുബന്ധിതം. സോ എന്താണ് കവളം എന്ന് വെച്ചാൽ നമ്മൾ ഗാർഗിൾ ചെയ്യണം. എന്ത് വെച്ചിട്ട് ഗാർഗിൾ ചെയ്യണം? തിക്ത കടു ശുക്തി എന്ന് വെച്ചാൽ വിനെഗർ എന്നൊക്കെ പറഞ്ഞിട്ട്, ശുക്തി എന്ന് വെച്ചാൽ അമ്ലപ്രധാനമായിട്ടുള്ള ദ്രവ്യം വെച്ചിട്ട് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ തിക്ത കടു ക്ഷൗദ്ര, തിക്ത കടു രസങ്ങൾ പ്രധാനമായിട്ടുള്ള വെച്ചിട്ട് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ ക്ഷൗദ്രം വെച്ചിട്ട്, ക്ഷൗദ്രം മീൻസ് മധു, ഹണി വെച്ചിട്ട് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ കഷായ രസങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യണം. ഏത് കവളഗ്രഹം അല്ലെങ്കിൽ ഗാർഗിളിങ് ചെയ്യണം. ധൂമപ്രഥമനം, ധൂമപാനം ചെയ്യണം. പ്രഥമന നസ്യം ചെയ്യാം നമുക്ക്. പ്രഥമനമായിട്ടുള്ള നസ്യം നിങ്ങൾ പ്രഥമന നസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരകം സിദ്ധിസ്ഥാനം 7th ചാപ്റ്ററിലാണ് പറയുന്നതെന്ന് തോന്നുന്നു. അതായത് വിനീത് സാർ പഠിപ്പിച്ചെന്ന് അറിയില്ല. നസ്യത്തിൻ്റെ ടൈപ്സ് ഓഫ് നസ്യമുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നാഭനം, അവപീഡനം, പ്രഥമനം എന്നൊക്കെ പറഞ്ഞ് ധൂമം എന്നൊക്കെ പറഞ്ഞ് ടൈപ്സ് ഓഫ് നസ്യാസ് ഉണ്ട്. സോ അതിലത്തെ ഒരു ടൈപ്പാണ് പ്രഥമന നസ്യം. പ്രഥമന നസ്യം ചെയ്യണം. അധ ശർദന ലംഘനം, അധ മീൻസ് വിരേചനം ചെയ്യണം, വമനം ചെയ്യണം, ലംഘനം ചെയ്യണം. ഭോജ്യശ്ച മുഖരോഗേഷു യഥാസും ദോഷ അനുബന്ധിതം. ഭോജ്യം നമ്മൾ അക്കോർഡിംഗ് ടു ദോഷത്തിൻ്റെ അവസ്ഥ വെച്ചിട്ട് വേണം നമ്മൾ ഭക്ഷണം അല്ലെ ഡയറ്റും റെജിമെൻറ്റ്സ് ഒക്കെ ഇപ്പം ദോഷത്തിൻ്റെ അവസ്ഥ വെച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ. ദെൻ കാലിത്യ ചികിത്സ, നേരത്തെ നമ്മൾ പഠിച്ച ഹെയറിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. ശോധന നസ്യ വിത്ത് മെഡിക്കേറ്റഡ് ഓയിൽ, ആപ്ലിക്കേഷൻ ഓഫ് പേസ്റ്റ് ഓഫ് ഡ്രഗ്സ് ഓവർ ദ ഹെഡ് ആൻഡ് ഫേസ്. സോ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. നമ്മളൊരു പേഷ്യൻ്റ് അല്ലെങ്കിൽ നമുക്കൊരാൾ അഡ്വൈസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എനിക്ക് മുടി നരച്ചു പോകുന്നു, എനിക്ക് മുടി പൊട്ടിപ്പോകുന്നു, മുടി ഫോളൻ ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ഇന്ന ഓയിൽ അപ്ലൈ എന്ന് പറയാം. എന്നെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാര്യം വെച്ചാൽ ഒരു ഹെയർ ഫോളിങ്ങിന് ഓയിൽ അപ്ലിക്കേഷൻ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ കൂടി അതിലും നല്ലതായിട്ട് നമ്മൾ ശോധനം ചെയ്യണം. പേഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കി, പേഷ്യൻറ്റിനെ കണ്ട്, പേഷ്യൻ്റ് ഏത് പ്രകൃതിയാണെന്ന് മനസ്സിലാക്കി, പേഷ്യൻ്റെ ഡയറ്റ് എന്താണെന്ന് മനസ്സിലാക്കി ആ ഡയറ്റ് കഴിക്കാതിരുന്ന്, അല്ലെങ്കിൽ പിത്തവാദഹരമായിട്ടുള്ള ഡയറ്റ് നമുക്ക് അവർക്ക് കൊടുത്തു, അല്ലെങ്കിൽ പിത്തവാദഹരമായിട്ടുള്ള ഡയറ്റ് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുത്തു, അല്ലെ അത് ഫോളോ ചെയ്തെന്ന് പറഞ്ഞ് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വിരേചനം ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മളെന്താ പറയുക, അതിനൊരു സിദ്ധിസ്ഥാനത്ത് തന്നെ വസ്തിയുടെ പറയുമ്പം വിനീത് സാർ പഠിപ്പിച്ച് കാണോ, അല്ല പഠിപ്പിച്ചോന്ന് എനിക്കറിയത്തില്ല, അല്ലെ നിങ്ങൾ ഓൾറെഡി പഠിപ്പിച്ച് കാണും ചിലപ്പം. വസ്തി പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് അവിടെ അർദ്ധ ചികിത്സ ഓഫ് വസ്തി എന്ന് പറയുമ്പോൾ വസ്തിയുടെ ഇമ്പോർട്ടൻറ്റ് പറയുന്നത് റൂട്ടിനെയാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതെന്ന് പറയുന്നത്. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഗിവിങ് സം റൂട്ട്സ്. ബോഡിയിലെ എല്ലാ പാർട്സും ഉണ്ടാക്കുന്ന ദോഷങ്ങളാണ്, ആ ദോഷത്തിൻ്റെ റൂട്ടിനാണ് നമ്മൾ നറിഷ്മെൻറ്റ് കൊടുക്കേണ്ടത്. ഒരു മരത്തിൻ്റെ റൂട്ടിന് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കായ്കളും അതിൻ്റെ ചെടികൾ അതിൻ്റെ ഇലകളും അതിൻ്റെ ഫ്ലവേഴ്സും എല്ലാം ദേ വിൽ ബിക്കം ലൈക്ക് വാട്ട് ടു സേ, ദേ വിൽ നറിഷ് ഓൾ ദ തിങ്സ്. ആ വാട്ടറാണ് എല്ലാത്തിനും നറിഷ് ചെയ്യുക. അതുപോലെയാണ് നമ്മൾ ശോധനം ചെയ്യുമ്പം പ്രോപ്പറായിട്ട് ബോഡിയുടെ റൂട്ടിനെയാണ് നമ്മളവിടെ ചികിത്സിക്കുന്നത്. സോ അങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ശോധനം ചെയ്ത് പേഷ്യൻറ്റിന് എന്നിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ഓയിൽ ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ മെഡിക്കേഷൻസും ഒക്കെ കൊടുക്കേണ്ടത്. സോ ആപ്ലിക്കേഷൻ ഓഫ് പേസ്റ്റ് ഡ്രഗ്സ് ഓവർ ദ ഹെഡ് ആൻഡ് ഫേസ്. ഹെഡിലും ഫേസിലും നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ചെയ്യാം. നസ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പേഷ്യൻസിന് നല്ലൊരു റിസൾട്ട് വന്നതാണ് നസ്യം. ഈവൻ ഹെയർ ഫോൾസിന് ഡെയിലി നസ്യം ചെയ്യുന്നത് നല്ല എഫക്റ്റീവാണ്. സോ ശിരോരോഗ ചികിത്സ. ശിരോരോഗം നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചു. ശിരോരോഗം വാതജ, പിത്തജ, കവച, സന്നിപത. വാതജക്കാണ് സ്നേഹന സ്വേദനം ചെയ്യാം. സ്നേഹന സ്വേദനം ഇറ്റ് ഈസ് ഡയറക്ട്ലി ഓപ്പോസിറ്റ് ടു വാത. പിത്തജ ഘൃത, പേയ, ക്ഷീരസേക ആൻഡ് ലേപ. കഫജ സ്വേദന, ധൂമപാന, നസ്യ. സന്നിപാത ഓൾ ദ എബോവ്. ആൻഡ് കൃമിജ തീഷ്ണ നസ്യ. കൃമിജമായിട്ടുള്ള ശിരോഗത്തിൽ തീക്ഷ്ണമായിട്ടുള്ള നസ്യം ചെയ്യാനാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത്. കർണരോഗ ചികിത്സ. കർണശൂലത്തു വാദഗ്നി ഹിതാ പീനസവത് ക്രിയ പ്രദേഹ പൂരണം തസ്യ പാകസ്രാവേ വ്രണക്രിയ. നസ്യം പാകസ്രാവേ വ്രണക്രിയാ ഭോജ്യാനി
ഭോജ്യാനിച്ച യഥാദോഷം കുര്യാത് സ്നേഹാംശ പൂരണൻ. കർണശൂലത്തു വാദഗ്നി. കർണശൂലം വാതജമായിട്ടുള്ള അല്ലെങ്കിൽ കർണശൂലത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം വാദമാണ് അവിടെ ഏറ്റവും കർണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓർഗൻ തന്നെ ആകാശ മഹാഭൂതമാണ്, വാദമാണ് അതിൻ്റെ ഉള്ളിൽ നമുക്കറിയാം. സോ വാദഹരമായിട്ടുള്ള നമ്മൾ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹിതാ പീനസവത് ക്രിയാൻ, പീനസത്തിൽ പ്രതിഷേധത്തിൽ പറഞ്ഞ പോലെ വാദജമായിട്ടുള്ള പ്രതിഷേധത്തിൽ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റ് നമ്മളിവിടെ ചെയ്യണമെന്നാണ് ആചാര്യം പറയുന്നത്. പ്രദേഹ പൂരണം നസ്യം പാകസ്രാവ്യ വണക്രിയഹ. പ്രദേഹം ചെയ്യണം, ലേപനം ചെയ്യണം, പൂരണം ചെയ്യണം, നസ്യം ചെയ്യണം. അതിൽ വ്രണം, ഇനി വ്രണം അവിടെ എന്തെങ്കിലും ഇയറിൽ പെയിൻ വരണമെങ്കിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻസ് ഉണ്ടാവും. ആ വ്രണം ഉണ്ടെങ്കിൽ നമ്മൾ വ്രണചികിത്സയെ പറഞ്ഞ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യണം. ഇപ്പോഴും നമുക്കൊരു മിക്കവാറും നിങ്ങൾക്കറിയാം അധിക പേർക്കും ഈ ചെവി വേദന വരുന്നുണ്ടാവും. അപ്പോൾ ചെവി വേദന വരുന്നുണ്ട് മിക്കവാറും കാരണം വാക്സ് ആയിരിക്കും, വാക്സ് അടിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ എപ്പോഴും റുട്ടീനായിട്ട് അത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ വാക്സ് അടിയും. അതെന്ന് വെച്ചാൽ വാദത്തിൻ്റെ ഒരു ഒബ്സ്ട്രക്ഷൻ, വാദത്തിൻ്റെ മൂവ്മെൻറ്റ്, ആ ഒരു ഹോളിലേക്കൂടെ പോകുന്ന വാദത്തിൻ്റെ മൂവ്മെൻറ്റിനെ ബ്ലോക്ക് ചെയ്യാണ് ആ വാക്സ് കൊണ്ട് ചെയ്യുന്നത്. അപ്പം വാദമായിട്ടാണ് എപ്പോഴും കാരണം എന്ന് വെച്ചാൽ വാദമാണ് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യും, ആ വാക്സിൽ നമ്മൾ ഓട്ടോബയോട്ടിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സിറപ്പ് നമ്മൾ ഇയർ ഡ്രോപ്സിന് അത് ഇട്ടിച്ച് അതിനെ സോഫ്റ്റാക്കി എന്നിട്ട് നമ്മളിങ്ങനെ എടുക്കുകയോ പുറത്തേക്ക് എടുക്കുകയോ. ഈവൻ നമ്മുടെ സിമ്പിളായിട്ടുള്ള നമ്മളെ വജാലക്ഷ്മണാദി തൈലായാലും നമ്മൾ ആയുർവേദത്തിൽ വജാലക്ഷ്മണാദി തൈലായാലും നമ്മളെപ്പോഴും ഈ പെയിന് കൊടുക്കുക വജാലക്ഷ്മണാദി തൈലാണ്, ആ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ വാക്സ് പുറത്തെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവും ഉള്ളിൽ, ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ ഇൻഫെക്ഷനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരിക്കണം. അത് വാദപൈത്തികമായിട്ടുള്ള നമ്മൾ കണ്ടീഷൻ നമ്മൾ ട്രീറ്റ്മെൻറ്റ് അവിടെ കൊടുത്തിരിക്കണം. സോ ഡയറ്റും റെജിമിനൊക്കെ നമ്മൾ ദോഷത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത്. സ്വരഭേദ ചികിത്സ, സ്വരഭേദം നമുക്കറിയാം ഹോസ്നസ് ഓഫ് ദ വോയിസ് നമുക്ക് എല്ലാവർക്കും വരുന്നതാണ്. ഹോസ്നസ് കുറേ സംസാരിച്ച് കഴിഞ്ഞാൽ അത്യുച്ച ഭാഷണങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എക്സ്പോഷർ ടു ഹോട്ട്, എക്സ്പോഷർ ടു അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് പുറത്ത് പോവുക, ഡസ്റ്റിയുള്ള ക്ലൈമറ്റ് പോവുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ഹോസ്നസ് ഓഫ് ദ വോയിസിന് അങ്ങനെയാണെങ്കിൽ വാചമായിട്ടുള്ള സ്വരഭേദത്തിൽ നമ്മൾ മെഡിക്കേറ്റഡ് ഗീ ആഫ്റ്റർ ഫുഡ്, സ്നേഹപാനം കൊടുക്കണം ഭക്ഷണത്തിന് ശേഷം. ദെൻ പിത്തജത്തിൽ വിരേചനം കൊടുക്കണം. കഫജത്തിൽ തീഷ്ണനസ്യ വമന വിരേചനം ചെയ്യാം. സന്നിപാത്തിൽ ഓൾ ദ എബോവ്. ആൻഡ് രക്തജ സ്വരഭേദ ജാങ്കല മാംസ രസ വിത്ത് ഗീ രക്തമോഷം അവിടെ ചെയ്യാം. രക്തമോഷം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വരഭേദത്തിൽ ചെയ്യാൻ പറ്റുന്നത് രക്തമോഷം എന്ന് വെച്ചാൽ ആ ഒരു പ്രോപ്പറായിട്ട് ഏരിയയിൽ കുറച്ച് മാറിയിട്ടാണ് നമ്മൾ ചെയ്യുക. ഫേസിലൊക്കെ നമ്മൾ ചെയ്യും, ഈവൻ ദോ അല്ലെങ്കിൽ നമുക്ക് ത്രോട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം. ഈവൻ രക്തമോഷ വിത്ത് ജലൂക സുഖമായിട്ടുള്ള സുകുമാര പേഷ്യൻസിന് കൊടുക്കുന്നതാണ്. ഒരു എന്താ പറയുക കോംപ്ലിക്കേഷനും ഇല്ലാത്തൊരു ട്രീറ്റ്മെൻറ്റാണ് ജലൂകം. സോ നെയിംസ് ഓഫ് യോഗ, ദിസ് ഇസ് ദ ലാസ്റ്റ് പോയിന്റ് ഓഫ് ദ സിലബസ് ടോപ്പിക്. അതിൽ നിങ്ങൾക്ക് മെൻഷൻ നെയിംസ് ഓഫ് യോഗ, ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യോഗങ്ങളാണിത്. ഇത് നെയിംസ് ഓഫ് യോഗ എന്ന് പറഞ്ഞുള്ളൂ. ഇതിനുള്ളിലെ കണ്ടൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് സിലബസ് നോക്കിയിട്ട് മനസ്സിലായത്. സോ ദീസ് ആർ ദ മെയിൻ യോഗ. സോ വെനെവർ ദേ ആസ്ക് യു എനി ക്വസ്റ്റ്യൻസ് ലൈക്ക് ഉദാവർത്ത, you have to write Udavarta Sloka. Udavarta you need to study Sloka and you can write the Chikitsa as well as this point of this particular yoga you can mention. That is Udavarta ദ്വിരുത്ര ഹിംഗുവാദി ചൂർണം, ദ്വിരുത്ര ഹിംഗുവാദി ചൂർണം. സോ ദെൻ വജാതി ചൂർണം, ഹിംഗുവജതി ചൂർണം, സ്ഥിരാധികൃതം. നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാം ഹിംഗുവജതി ചൂർണം നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. നമ്മൾ ഗ്യാസ് ട്രബിൾ അല്ലെങ്കിൽ ഓൾറെഡി എന്ന വാദ പ്രതിലോമമായിട്ട് വരുന്ന അവസ്ഥയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതാണ് ഹിംഗുവജതി ചൂർണം. നമ്മളെപ്പോഴും കൊടുക്കുന്ന 3 ചൂർണമാണ് അഷ്ടചൂർണം, ഹിംഗുവജതി ചൂർണം, വൈശ്വനര ചൂർണം. ഇത് 3 കണ്ടീഷനിലാണ് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ഒരു അബ്ഡോമൻ പെയിൻ അല്ലെങ്കിൽ ഗ്യാസ് ട്രബിളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുക ഹിംഗുവജതി ചൂർണ്ണമാണ്. അതേസമയം നമുക്കൊരു അപ്പറ്റൈസറായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡൈജഷൻ പോലെ വരുമ്പോൾ അഷ്ടചൂർണം കൊടുക്കും. വൈശ്വനര ചൂർണം നമുക്കൊരു ലാക്സേറ്റീവ് ആയിട്ടാണ്, അല്ലെങ്കിൽ വൈശ്വന ചൂർണത്തിൽ ഹരിതകയാണ് ഏറ്റവും പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ളത്. സോ നമ്മളപ്പം ഇതിനും നമുക്ക് ഈ ഗ്യാസിനും കൊടുക്കാം, പക്ഷേ അഗ്നിയെ കൂട്ടണം. അതേസമയം ഒരു അനുലോമനം വേണമെങ്കിൽ നമ്മൾ വൈശ്വനര ചൂർണ്ണമാണ് ഓപ്റ്റ് ചെയ്യുക. സോ അത് നിങ്ങൾ ഫൈനൽ ഇയർ കേസൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കും, നിങ്ങൾ ഡീറ്റെയിൽ ആയി പഠിക്കും. ദെൻ അശ്മിനിക്കും ശർക്കരജന്യത്തിനും കൊടുക്കാൻ പറ്റുന്ന പാഷാണ ഭേദാതി കോതം, പാഷാണ ഭേദാതി കൃതം, തൃത്യാദി ചൂർണം. ദെൻ ശിരോരോഗത്തിൽ രാസ്നാദി തൈലം, ബലാദി തൈലം, മയൂരകൃതം, മഹാമയൂരകൃതം. These are all the medicines, or these are all the Shamana medicines which we are giving for the particular conditions or related with Trimarmiya Chikitsa Adhyaya. So these are all about this chapter. So this is a vague chapter. Actually this is one of the elaborated chapter in the Charaka Samhita. So if you have any doubt we can discuss further. Thank you.